നമസ്കാരം. കേരള രാഷ്ട്രീയം ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്രയും വീറും വാശിയുമേറിയ തെരഞ്ഞെടുപ്പ് പ്രചരണം കണ്ട പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം കൊട്ടിക്കലാശിക്കാൻ ഇനി 2 മണിക്കൂർ മാത്രമാണ് അവശേഷിക്കുന്നത്. അവിടെ പ്രചരണം അതിന്റെ ഉച്ചസ്ഥായിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. റാലികൾ ആരംഭിച്ചിരിക്കുന്നു. ആദ്യം നോക്കാം നമുക്ക് പ്രധാന തലക്കെട്ടുകൾ. പാലക്കാട് കൊട്ടിക്കലാശത്തിലേക്ക്, ഇരട്ട വോട്ടിൽ കളക്ട്രേറ്റിലേക്ക് LDFന്റെ പ്രകടനം. കൈകൊടുത്ത് കെ മുരളീധരനും സന്ദീപ് വാര്യരും. BJP കൌൺസിലർമാരെ വിലക്കെടുക്കാനുള്ള കോൺഗ്രസ് നീക്കം പൊളിച്ചെന്ന് BJP. കൌൺസിലർമാരെ അണിനിരത്തി പ്രകടനം. UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രതിരോധത്തിലാക്കി വ്യാജ ID കാർഡ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന്. നിർണായക വിവരങ്ങൾ. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ID കാർഡുകൾ ഉണ്ടാക്കിയതിന് തെളിവ് കിട്ടിയത് പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്ത ലാപ്ടോപ്പിൽ. യൂത്ത് കോൺഗ്രസ് വെബ്സൈറ്റ് തയ്യാറാക്കിയ അഭിജിത് സിംഗിന് വാറന്റ്. ഞങ്ങള് മതപണ്ഡിതന്മാർ എന്നുള്ള രൂപത്തിൽ തന്നെ ബഹുമാനിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവരാണ്. എന്നാൽ അതിലുള്ള ഒരാൾ മുസ്ലിം ലീഗിന്റെ നേതൃത്വ പദവി ഏറ്റെടുത്ത് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായി ഒരഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ആ അഭിപ്രായത്തെ ഞങ്ങൾ രാഷ്ട്രീയമായിട്ടാണ് നേരിടുക. പാണക്കാട് സാധിക്കലി തങ്ങളെ വിടാതെ CPM. മതപണ്ഡിതൻ രാഷ്ട്രീയ നേതാവായാൽ വിമർശിക്കേണ്ടി വരുമെന്ന് AK ബാലൻ. മുഖ്യമന്ത്രിയെ പിന്തുണച്ച് BJP. പാണക്കാട് തങ്ങൾ വിമർശനത്തിന് അതീതനല്ലെന്ന് K സുരേന്ദ്രൻ. പാണക്കാട് തങ്ങളെ പിണറായി അളക്കേണ്ടെന്ന് ലീഗ്. മുനമ്പം സമരത്തിനിടെ ലത്തീൻ ബിഷപ്പുമാരെ കണ്ട് ലീഗ് നേതാക്കൾ. കൂടിക്കാഴ്ച വരാപ്പുഴ ബിഷപ്പ് ഹൌസിൽ. 6 സഭകളുടെ ബിഷപ്പുമാർ സമരപ്പന്തലിലെത്തി. റീസർവേ നടത്തുമെന്നത് ചിലരുടെ ഭാവനാ സൃഷ്ടിയെന്ന് മന്ത്രി P രാജീവ്. മണിപ്പൂരിലെ സംഘർഷം തീർക്കാൻ വീണ്ടും ഉന്നതതല യോഗം വിളിച്ച് കേന്ദ്ര സർക്കാർ. അമിത്ഷാ വിളിച്ച യോഗത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ. കുറുവ കണ്ണികൾ തേടി പോലീസ്. ആലപ്പുഴയിലെ സംഘത്തിലെ രണ്ടാമനെക്കുറിച്ച് സൂചന. സന്തോഷ് സെൽവത്തിനൊപ്പം പിടികൂടിയ മണികണ്ഠൻ കുറുവ അല്ല. വടക്കൻ പരവൂരിലെത്തിയ മോഷ്ടാക്കളെ കണ്ടെത്താൻ പ്രത്യേക സംഘം. വാർത്തകളിലേക്ക് വിശദമായി പോവുകയാണ്. ഇനി നടക്കാനിരിക്കുന്നത് പാലക്കാട്ടെ കൊട്ടിക്കലാശമാണ്. ഇന്നത്തെ വൈകുന്നേരം പാലക്കാടിനൊപ്പമല്ലാതെ കേരളീയർക്ക് മാറി നിൽക്കാൻ കഴിയില്ല. അത്രമാത്രം ആവേശമാണ് കഴിഞ്ഞ 34 ദിവസവും പാലക്കാട് നമ്മൾ കണ്ടത്. ആ ആവേശത്തിലേക്ക് നമ്മൾ എത്തും. നമ്മളുടെ പ്രതിനിധികൾ അവിടെ തയ്യാറാണ്. അതിനു മുൻപ് ഇപ്പോൾ ലഭിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. മുനമ്പം ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് നേതാക്കൾ ലത്തീൻ ബിഷപ്പുമാരുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ഇപ്പോൾ വരാപ്പുഴ ബിഷപ്പ് ഹൌസിലാണ് കൂടിക്കാഴ്ച. സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. മുനമ്പം ഭൂസംരക്ഷണ സമിതിയിൽ നേതാക്കളും കൂടിക്കാഴ്ചകളിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും നിർണായക കൂടിക്കാഴ്ചയാണ്. നമുക്കറിയാം, ഈ ഉപതെരഞ്ഞെടുപ്പിനെ പോലും സ്വാധീനിക്കാൻ കഴിയുന്ന പ്രാധാന്യം മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നതാണ്. എല്ലാ മണ്ഡലങ്ങളിലും ഉപതെരഞ്ഞെടുപ്പ് നടന്ന 3 ഇടങ്ങളിലും മുനമ്പം വിഷയം ചർച്ചയായതാണ്. അത്രമേൽ സ്വാധീനിക്കാൻ കഴിയുന്ന വിഷയത്തിലാണ് കൊട്ടിക്കലാശത്തിലേക്ക് പോകുന്ന സമയത്ത് ഇതുപോലെ ഒരു കൂടിക്കാഴ്ച നടക്കുന്നത്. ലീഗ് നേതാക്കൾ ലത്തീൻ ബിഷപ്പിനെ കാണുകയാണ്. വേണമെങ്കിൽ പ്രശ്നപരിഹാരത്തിന് മുൻകൈ എടുക്കും എന്ന സൂചന നേരത്തെ തന്നെ ലീഗ് നൽകിയിരുന്നതാണ്. അവിടെ ഈ നിർണായക നിമിഷത്തിൽ ഇത്തരം ഒരു കൂടിക്കാഴ്ച നടത്തുന്നതിന് വലിയ പ്രാധാന്യം തന്നെയാണ് ഉള്ളത്. നമ്മൾ ഈ വിഷയത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പിന്നീട് എത്താം. പാലക്കാട് കൊട്ടിക്കയറാൻ തുടങ്ങുകയാണ്. റോഡ് ഷോകൾ ആരംഭിക്കുന്നു. വലിയ ആവേശം തന്നെയാണ് പാലക്കാട്ട്.
പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഇനി 2 മണിക്കൂർ മാത്രമാണ് അവശേഷിക്കുന്നത്. പ്രചാരണം പോലെ കൊട്ടിക്കലാശത്തിലും വീറും വാശിയും നിറയ്ക്കുകയാണ് മുന്നണികൾ. 34 ദിവസം നീണ്ട പരസ്യ പ്രചാരണത്തിനാണ് കൊട്ടിക്കലാശമാകുന്നത്. വ്യത്യസ്ത വഴികളിലൂടെ സ്റ്റേഡിയം സ്റ്റാൻഡിൽ മുന്നണികൾ എത്തിച്ചേരും. അവിടെ ആവേശക്കൊടുമുടിയിലേക്ക് ഈ അവസാന നിമിഷങ്ങൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നമുക്കറിയാം, കൊണ്ടും കൊടുത്തും മുന്നേറിയ 34 ദിവസമാണ് പാലക്കാടിനെ സംബന്ധിച്ചുണ്ടായിട്ടുള്ളത്. പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ വീറും വാശിയും ഇതുവരെ കേരളം കണ്ടിട്ടില്ലാത്ത തെരഞ്ഞെടുപ്പിന്റേതായിരുന്നു. ഉപതെരഞ്ഞെടുപ്പുകളിൽ പോലും കാണാത്ത തരത്തിലുള്ള എല്ലാ തന്ത്രവും പയറ്റിയ ഒരു ഉപതെരഞ്ഞെടുപ്പ് തന്നെയാണ് പാലക്കാടേതെന്ന് പറയാം. പാലക്കാട് ഇതുവരെ ഒരു ഉപതെരഞ്ഞെടുപ്പിന് വേദിയായിട്ടില്ല. ആ പാലക്കാട് ഏറ്റവും വീറും വാശിയും നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് കാലം ആണ് കടന്നു പോകുന്നത്. പാലക്കാട് എന്നും ചൂടിന്റെ കാര്യത്തിൽ മുൻപിലാണ്. ആ പാലക്കാട് ഇത്തവണ തിളച്ചു മറിയുന്നത് രാഷ്ട്രീയ പോരിന്റെ പേരിലാണ്. ഓരോ മുന്നണികളും അവരുടെ എല്ലാ തന്ത്രങ്ങളും എടുത്തു പയറ്റിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ എല്ലാ വിധത്തിലുമുള്ള ശക്തി പ്രകടനം നടത്തിയാണ് വോട്ടെടുപ്പിലേക്ക് നീങ്ങുന്നത്. ഇന്ന് പരസ്യ പ്രചാരണം അവസാനിക്കാനിരിക്കുമ്പോൾ അത് ശക്തി പ്രകടനമാക്കി തന്നെ മാറ്റാനാണ് മുന്നണികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ അവസാനമായി ഏറ്റവും കഴിയുന്നത്ര ആളുകളെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കാനുള്ള ശ്രമങ്ങൾ ഓരോ സ്ഥാനാർത്ഥികളുടെയും ഭാഗത്തു നിന്ന് നമ്മൾ കണ്ടുവരുന്നു. അതോടൊപ്പം തന്നെ റാലികളിൽ ഏറ്റവും കൂടുതൽ ആളുകളെ അണിനിരത്തി അതൊരു ശക്തി പ്രകടനം തന്നെ ആക്കി മാറ്റാനുള്ള ശ്രമങ്ങളും നടക്കുന്നു. ഇപ്പോൾ ജി ശ്രീജിത്ത് നമുക്കൊപ്പം, ഇപ്പോൾ UDF സ്ഥാനാർത്ഥിക്കൊപ്പം VV അരുൺ നമുക്കൊപ്പം ചേരുകയാണ്. നമുക്കറിയാം, വടകരയിലേക്ക് ഷാഫി പോയ അന്ന് മുതൽ തന്നെ പാലക്കാട് എല്ലാവരും ഉറ്റുനോക്കുന്ന ഇടമാണ്. അന്ന് മുതൽ തന്നെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ആരംഭിച്ച ഇടമാണ്. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ അവസാന മണിക്കൂറുകളിൽ തുറന്ന വാഹനത്തിലെത്തുന്നത് നമ്മൾ കാണുകയാണ്. ലീഗ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ കാണാം. VV അരുൺ നമുക്കൊപ്പം ചേരുന്നു. അരുൺ, റോഡ് ഷോയിൽ ഇതുപോലെ ആവേശം നിറച്ചുകൊണ്ടാണ് പാലക്കാടിന്റെ മണ്ണിലേക്ക് രാഹുൽ എത്തിയത്. ഇപ്പോൾ സന്ദീപ് വാര്യർ ആ വാഹനത്തിലുണ്ട് എന്നൊരു മാറ്റമുണ്ട്. വലിയ ആവേശം നമുക്ക് കാണാം. എന്താണ് അവസാന മണിക്കൂറുകളിൽ UDF ക്യാമ്പ് ഒരുക്കുന്ന സർപ്രൈസുകൾ? കൂടുതൽ നേതാക്കളെ കാണാൻ കഴിയുന്നുണ്ടോ UDF ക്യാമ്പിൽ? എന്തൊക്കെയാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? അരുൺ, കേൾക്കാമോ? ശരി, അരുണിന് കേൾക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. കണക്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ അരുണിന് നമ്മൾ ചോദിക്കുന്നത് കേൾക്കാൻ പറ്റാത്ത അത്രമാത്രം ശബ്ദമയമാണ് അവിടെ എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി അങ്ങോട്ട് അത് തന്നെ ആയിരിക്കും സാഹചര്യം. അത്രമാത്രം ആളും ആരവവും പാലക്കാടുണ്ട്. തുറന്ന വാഹനത്തിൽ രാഹുൽ മുന്നോട്ട് വരികയാണ്. സന്ദീപ് വാര്യർ മുൻപിൽ തന്നെ, വാഹനത്തിന്റെ മുൻപിൽ തന്നെയുണ്ട്. മുനവർ അലി ശിഹാബ് തങ്ങളെ നമുക്ക് കാണാം. മറ്റ് PC വിഷ്ണുനാഥ് ഉൾപ്പെടെയുള്ള നേതാക്കളുമുണ്ട്. വലിയ ആവേശം ഇതുപോലെ വിതച്ചുകൊണ്ടാണ് പാലക്കാടിന്റെ മണ്ണിലേക്ക് രാഹുൽ പ്രചരണത്തിനായി എത്തിയത്. അന്നത്തെ റോഡ് ഷോ ഒരു ശക്തി പ്രകടനമായി തന്നെ മാറുകയായിരുന്നു. അതിനുശേഷം പല വിഷയങ്ങൾ മാറി മാറി വന്നു. പല ട്വിസ്റ്റുകൾ നമ്മൾ കണ്ടു. കള്ളവോട്ട്, ഇരട്ട വോട്ട്, നീല ട്രോളി ബാഗ് തുടങ്ങി നിരവധി വിഷയങ്ങൾ പാലക്കാട് ചർച്ച ചെയ്തതാണ്. കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥി എന്നൊരു ആരോപണമുണ്ടായിരുന്നു. ഇരട്ട വോട്ടിലെത്തിയാണ് അവസാനം കാര്യങ്ങൾ നിൽക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ആവേശം ഇവിടെ തീരില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം നിയമ പോരാട്ടത്തിലൂടെ അത് തുടരും എന്ന സൂചനകൾ LDF ക്യാമ്പ് ഇപ്പോൾ തന്നെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രചരണമാണ് ഇവിടെ അവസാനിക്കാൻ പോകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ സരുൺ ഇന്ന് മാധ്യമങ്ങളെ കണ്ട സരിൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോഴും വലിയ ആവേശം, ജയസാധ്യത തങ്ങൾക്ക് എന്ന അവകാശവാദം മുന്നോട്ട് വയ്ക്കുന്നു. BJP ക്യാമ്പിന്റെ ദൃശ്യങ്ങൾ കൂടി വരികയാണ്. വലിയ വാഹനത്തിൽ നേതാക്കൾ ഉൾപ്പെടെ ഉള്ളവരുടെ അകമ്പടിയിൽ സ്ഥാനാർത്ഥി മുന്നോട്ട് വരുന്നതാണ് നമ്മൾ കാണുന്നത്. BJPയെ സംബന്ധിച്ച് അവർക്ക് കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ട വിജയം, കഴിഞ്ഞ തവണത്തെ വിജയം, അത് ഉറപ്പിക്കാനുള്ള പോരാട്ടമാണ്. C കൃഷ്ണകുമാറിലൂടെ അത് സാധ്യമാകുമെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു.
ജനങ്ങൾക്ക് നേരിട്ടറിയാവുന്ന സ്ഥാനാർത്ഥി എന്നത് അവരുടെ വിജയപ്രതീക്ഷയാണ്. അതേസമയം സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ എത്തുമെന്ന് കരുതിയിരുന്നിടത്താണ് സി കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയായി എത്തുന്നത്. എത്രമാത്രം സാധ്യമാകും BJP-യുടെ പ്രതീക്ഷ എന്നതൊക്കെ നമ്മൾക്ക് വോട്ടിംഗിന് ശേഷമേ കാണാൻ കഴിയൂ. പക്ഷേ പ്രചരണത്തിൽ ഇഞ്ചോടിഞ്ചായിരുന്നു മൂന്ന് മുന്നണികളും എന്ന് തന്നെ നമുക്ക് പറയാം. ശ്രീജിത്ത് അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീജിത്ത്, വാഹനത്തിന്റെ വലുപ്പത്തിൽ BJP ആണ് ഇപ്പോൾ കണ്ടതിൽ മുന്നിൽ നിൽക്കുന്നത്. നേരത്തെ ചാക്യാറൊക്കെ ഉണ്ടായിരുന്നു BJP ക്യാമ്പിന് ആവേശം പകരാൻ. സ്റ്റേഡിയം ലക്ഷ്യമാക്കി വാഹനങ്ങൾ നീങ്ങി വരുന്നു. എന്താണ് അവിടെ നിന്നും നൽകാനുള്ള വിവരങ്ങൾ? വലിയ ആവേശത്തിലാണ് BJP ക്യാമ്പുള്ളത്. ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ആ മുൻനിരയിൽ തന്നെ നിൽക്കുന്നു. നമുക്ക് ശോഭയോട് സംസാരിക്കാം. രജി, എന്താണ് ഒരു ആവേശം? വളരെ സന്തോഷത്തോടു കൂടിയാണ്. കാരണം ഇത് കേരളത്തിലെ പൊതുസമൂഹം ഏൽപ്പിക്കുന്ന ഒരു വലിയ ജോലി, ഒരു വലിയ ഉത്തരവാദിത്വം, അത് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീമാൻ കൃഷ്ണകുമാരന്റെ ഈ യാത്ര എന്ന് പറയുന്നത്. കേരളത്തിലാകമാനമുള്ള ഞങ്ങളുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആളുകളുടെ സന്തോഷത്തിന് വേണ്ടി മാത്രമല്ല, കേരള നിയമസഭയ്ക്കകത്ത് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDAയുടെ പ്രതിനിധിയായി ഒരു ജോലിക്കാരനെ പോലെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രീമാൻ കൃഷ്ണകുമാറിനെ ഞങ്ങൾ എല്ലാവരും കൂടി കേരള നിയമസഭയ്ക്കകത്തേക്ക് പറഞ്ഞയക്കുന്നത്. അതൊരു മൂന്നാം ബദലിന്റെ തുടക്കമായിരിക്കും. അത് ഭാവി കേരളത്തിന്റെ NDA മുഖ്യമന്ത്രിയുടെ അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പായിരിക്കും എന്നാണ് എനിക്കിതിനെ കുറിച്ച് പറയാനുള്ളത്. കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനും ഇടയിലാണ് നഷ്ടമായത്. അത് മറികടക്കാൻ കഴിയുമോ? എന്താണ് അതിനുള്ള ഒരു കോൺഫിഡൻസ്? അല്ല, അത് മറികടക്കുന്നതിന്റെ പാലക്കാടിലെ ജനങ്ങൾക്ക് മനസ്സിലായി. അവർ വിജയിപ്പിച്ച MLA തന്നെ രാജിവെച്ച് പാലക്കാട് നിന്ന് പോകേണ്ട ഒരടിയന്തര സാഹചര്യവും കേരളത്തിന്റെ മണ്ണിൽ ഉണ്ടായില്ല. നീണ്ട വർഷങ്ങൾ MLA ആയിരുന്നു കൊണ്ട് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്ന ഏതെങ്കിലും ഒരു പദ്ധതി ഈ പാലക്കാടിലെ ജനങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ കാലത്ത് MLAക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് പാലക്കാടിലെ ജനങ്ങൾ കൃത്യമായിട്ട് നോക്കിക്കാണുകയാണ്. അപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന കോടാനുകോടി രൂപ അത് ഇവിടുത്തെ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ പാലക്കാട് നിന്ന് ശ്രീമാൻ കൃഷ്ണകുമാർ പോകണം എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യമാണ്. ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനത്തെക്കാൾ ഉപരി പാലക്കാടിലെ ജനം അത് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതിനെ ഇനി തടഞ്ഞു നിർത്താൻ സാധ്യമല്ല. ഈ നഗരമല്ലാതെ വേറെ ഏതെങ്കിലും പഞ്ചായത്തിൽ BJP മുന്നിലെത്തുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ? അല്ല, ഗ്രാമങ്ങളിലെ, അതായത് കർഷകർക്ക് വേണ്ടി 3000 രൂപയുടെ ഒരു പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ട് മോദിജി രംഗത്ത് വന്നപ്പോൾ അത് പാലക്കാട് ജില്ലയിൽ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിരലിലെണ്ണാവുന്ന ആളുകൾക്ക് മാത്രം ഒരു മാസം 3000 രൂപ കൊടുക്കുന്ന പദ്ധതി കൊടുക്കുകയും അതിനുശേഷം ആ പദ്ധതി ഇല്ലാതാക്കുകയും ചെയ്തിട്ടുള്ള ഈ സംസ്ഥാന ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്ത് കണ്ണാടിയിലും മാത്തൂരും പിരായിരിയിലെയും കർഷകന്മാർ നടത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിജയം, അത് NDAയുടെ വിജയം എന്നുള്ളത് ഇവിടുത്തെ മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്. കേരളത്തിലെ നിയമസഭയ്ക്കകത്ത് ചോദ്യം ചോദിക്കാനും ഉത്തരം പറയിപ്പിക്കാനും വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ട കൃഷ്ണകുമാറിനെ ഞങ്ങൾ നിയമസഭയ്ക്കകത്തേക്ക് പറഞ്ഞേക്കുന്നത്. സന്ദീപ് പോയത് എങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ആകെ? സംസ്ഥാന അധ്യക്ഷനും അതുപോലെ തന്നെ പ്രകാശ് ജാവേദ്കർജിയും ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ആ സബ്ജക്റ്റേ ഞങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അത് അവിടെ കൊണ്ട് നിൽക്കുകയാണ്. അല്ല, ഈ ശത്രുക്കൾക്കെതിരെ ഒരു വലിയ ആവേശം അതുകൊണ്ടുണ്ടായിട്ടുണ്ടോ? ഈ ഒരുമിച്ച് കൂടുതൽ വോട്ടർമാരൊക്കെ എത്താനുള്ള ഒരു സാധ്യത അതുകൊണ്ടുണ്ടോ? അല്ല, അത് എന്തടിസ്ഥാനത്തിലാണ്? കാരണം ഞങ്ങൾ ആശയപരമായ പോരാട്ടമാണ് നടത്തുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF മുന്നണിയുമായിട്ട് അല്ലെങ്കിൽ കോൺഗ്രസുമായിട്ട് രാജ്യം മുഴുവൻ പോരാട്ടം നടത്തുന്ന ആളുകളാണ് ഭാരതീയ ജനതാ പാർട്ടി. ആ പ്രസ്ഥാനത്തിനകത്തേക്ക് ഒരാൾ ചെന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആശയവും തമ്മിലാണ് പോരാട്ടം. ആ ആശയപരമായിട്ടുള്ള പോരാട്ടത്തിൽ രാജ്യത്തെ ജനങ്ങൾ ബഹിഷ്കരിച്ചിട്ടുള്ള ഈ UDFനെ ഞങ്ങൾക്ക് എന്തെങ്കിലും വിഷയമുണ്ടോ? ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ആശയപരമായി പോരാട്ടം നടത്തും. ആ പോരാട്ടത്തിന്റെ റിസൾട്ട് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുണ്ടായി. 20% വരുന്ന വോട്ട് ജനങ്ങൾ ഞങ്ങൾക്ക് പാർലമെന്റിൽ നൽകി. ഈ ചെറിയ വോട്ടിന് പരാജയപ്പെട്ടു പോയ പാലക്കാട് നിന്ന് ഞങ്ങൾക്കൊരു പ്രതിനിധി ഉണ്ടാകും. അത് കൃഷ്ണകുമാറായിരിക്കും. ഏതായാലും വലിയ ആത്മവിശ്വാസം ശോഭാ സുരേന്ദ്രൻ പങ്കുവെക്കുകയാണ്. കൂടുതൽ നേതാക്കൾ നമുക്കൊപ്പമുണ്ട്. തുഷാർ വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ള നേതാക്കളും PK കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള നേതാക്കളും എല്ലാം ഉണ്ട്. കൃഷ്ണദാസ് ചേട്ടാ, എന്താണ് അവസ്ഥ? കഴിഞ്ഞ തവണ ജസ്റ്റ് മിസ്സായി, ഇത്തവണ എന്താണ്? ഇത്തവണ നല്ല ഭൂരിപക്ഷത്തിന് BJP സ്ഥാനാർത്ഥി NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ വിജയിക്കും, യാതൊരു സംശയവുമില്ല. തൃശൂരിൽ എന്താണോ സംഭവിച്ചത്, വടക്കനാഥന്റെ മണ്ണിൽ സുരേഷ് ഗോപി 75,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്.
ഇതേപോലെ ഈ പാലക്കാടിന്റെ മണ്ണിൽ സി കൃഷ്ണകുമാർ നല്ല ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്ന കാര്യം സംശയമില്ല. തൃശൂർ, പാലക്കാട് ആവർത്തിക്കും, അത് കേരളമാകെ വ്യാപിക്കും. ഈ അപ്പുറത്ത് കഴിഞ്ഞ തവണ ഈ ശ്രീധരൻ നിന്നിട്ട് ജയിച്ചില്ല, പിന്നെ എങ്ങനെ കൃഷ്ണകുമാർ എന്നുള്ളതാണ് ഒരു ചോദ്യം അവരൊക്കെ ചോദിക്കുന്നത്. അന്നുള്ളതിനേക്കാൾ കൂടുതൽ അനുകൂലമായ സാഹചര്യമാണ് ഇപ്പം വന്നിട്ടുള്ളത്. ഇപ്പൊ തൃശ്ശൂരില് പരമ്പരാഗത കോൺഗ്രസ് വോട്ടുകൾ, പരമ്പരാഗത ഇടതുപക്ഷ വോട്ടുകൾ, അതുപോലെ ഭൂരിപക്ഷത്തിന്റെയും ന്യൂനപക്ഷത്തിന്റെയും വോട്ടുകൾ, മുന്നോക്കക്കാരുടെയും പിന്നോക്കക്കാരുടെയും വോട്ടുകൾ, എല്ലാ വിഭാഗത്തിന്റെയും വോട്ടുകൾ തൃശ്ശൂരിൽ കിട്ടിയിട്ടുണ്ട്. അത് കേരളത്തിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉരുത്തിരിഞ്ഞു വന്ന പുതിയ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയമാണ് ഈ പാലക്കാട്ടും ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് പഴയ കഥകളൊന്നുമല്ല. കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനും ഇടയിലാണ് നഷ്ടപ്പെട്ടത്. പക്ഷേ ഇന്ന് അതിനേക്കാൾ അനുകൂലമായ സാഹചര്യം മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തും കോൺഗ്രസിനകത്തും വലിയ ആഭ്യന്തര കുഴപ്പങ്ങളാണ്. അതിനകത്ത് തന്നെ കോൺഗ്രസിനകത്ത് വി ഡി സതീശനെതിരായിട്ടും CPM-നകത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായിട്ടും ആഭ്യന്തര കലാപങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ, ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. കൃഷ്ണകുമാർ മതിയായ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും. ഇത് ഇവിടം കൊണ്ട് അവസാനിക്കില്ല. 2025-ൽ 2026-ൽ കേരളം ആകെ വ്യാപിക്കാൻ പോകുന്ന ഒരു പുതിയ രാഷ്ട്രീയം അതായിരിക്കും പാലക്കാട് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. ഈ സന്ദീപ് പോയതിന്റെ എഫക്ട് എങ്ങനെയായിരിക്കും? BJPക്ക് കൂടുതൽ അനുകൂലമാകുമോ അതോ എങ്ങനെയാണ് അത് നിങ്ങൾ വിലയിരുത്തുന്നത്? അതൊന്നും ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിന്റെ ഈ സമയത്ത് ഞങ്ങളൊരു വിഷയമല്ല. ഞങ്ങളെ സംബന്ധിച്ച് സാധാരണക്കാർ, പാവപ്പെട്ടവർ, ഇടത്തരക്കാർ മുഴുവൻ ജനങ്ങളും ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം NDAയോടൊപ്പം അണിനിരക്കും. ഞാൻ പറഞ്ഞില്ല, അണിനിരക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത്തരം ചോദ്യങ്ങളൊക്കെ അപ്രസക്തമാണ്. ഞങ്ങൾ മുഴുവൻ ജനങ്ങളും നരേന്ദ്രമോദിയോടൊപ്പം, നരേന്ദ്രമോദിയുടെ വികസനത്തോടൊപ്പം, ജനക്ഷേമ പദ്ധതികളോടൊപ്പം ഈ പാലക്കാട് ജനങ്ങളും അവർ അണിനിരക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ പാലക്കാടിന് വേണ്ടിയിട്ട്, പാലക്കാട് നഗരത്തിന് വേണ്ടി നരേന്ദ്രമോദി സർക്കാർ വലിയ പദ്ധതികൾ, പരിപാടികളാണ് നടപ്പാക്കിയിട്ടുള്ളത്. അതിനോട് ഒരു ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇത്തവണ താമര ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ പാലക്കാട് നിയമസഭാ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർ തയ്യാറാകും. പൊതുതെരഞ്ഞെടുപ്പിൽ അവർക്ക് സാധിക്കാത്തത് ഈ ഉപതെരഞ്ഞെടുപ്പിൽ. എന്തായാലും BJP ക്യാമ്പിൽ ആത്മവിശ്വാസമാണ്. തുഷാർ വെള്ളാപ്പള്ളി എന്തായാലും BJPയുടെ വിജയം ഇത്തവണ ഉണ്ടാകുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടത്. സി കൃഷ്ണകുമാർ ഇടഞ്ഞു നിന്നു എന്ന് ആദ്യം പ്രചരിപ്പിച്ചിരുന്ന ശോഭാ സുരേന്ദ്രനെ മുന്നിൽ നിർത്തിയാണ് കലാശക്കൊട്ടിന്റെ സ്ഥാനത്തേക്ക് എത്തുന്നത്. ശോഭാ സുരേന്ദ്രനെ ആ വാഹനത്തിൽ മുന്നിൽ തന്നെ നമുക്ക് കാണാം. കണ്ണാടിയും മാത്തൂരും തിരായിരിയും ഈ 3 ഗ്രാമപഞ്ചായത്തിലെയും കർഷകർ ഞങ്ങൾക്കൊപ്പം എന്ന് ശോഭാ സുരേന്ദ്രൻ പ്രഖ്യാപിക്കുകയാണ്. നമുക്കറിയാം, സ്ഥാനാർത്ഥി പ്രഖ്യാപനം 2 ദിവസം വൈകിയ സമയത്ത് വലിയ പ്രചരണമായിരുന്നല്ലോ മാധ്യമങ്ങളിൽ. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, പാലക്കാട് ഞങ്ങൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കുള്ളിൽ 2 മുന്നണികളെയും മറികടക്കാൻ കഴിയുന്ന സംഘടനാ സംവിധാനം ഞങ്ങൾക്ക് പാലക്കാടുണ്ട്. BJPയുടെ മുഴുവൻ, NDAയുടെയും നേതാക്കൾ മുഴുവൻ പാലക്കാട് ഉണ്ടാവും. അത് നഗരത്തിനപ്പുറത്തേക്ക് ഏതൊക്കെ പഞ്ചായത്തുകൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് കൂടുതൽ? ഞങ്ങൾ ഇത്തവണ കണ്ണാടിയിലും മാത്തൂരിലും 1-ാം സ്ഥാനത്തെത്തും. ഉറപ്പാണ്? 100%. അത്രത്തോളം കോൺഫിഡൻസ് എന്തുകൊണ്ടാണ്? അവിടെ ഞങ്ങൾ ഉയർത്തി വന്ന ജനങ്ങളുടെ വിഷയം, നെൽകർഷകരുടെ നെല്ല് സംഭരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങള് ആ 2 പഞ്ചായത്തുകളിലും വലിയ ചലനമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അവിടുത്തെ സാധാരണക്കാരായ ആളുകൾക്ക് SC കോളനികളടക്കം കുടിവെള്ളം ലഭിക്കാത്ത അവസ്ഥ, ഇതെല്ലാം ഞങ്ങൾ ചർച്ചയാക്കിയിട്ടുണ്ട്. അത് ജനങ്ങളുടെ ഇടയിൽ ഇന്ന് ഏറ്റവും വലിയ ചർച്ചാ വിഷയമാണ്. തുഷാർ വെള്ളാപ്പള്ളി കൂടിയുണ്ട്, അദ്ദേഹത്തോട് കൂടി സംസാരിക്കുക. എന്താണ് NDA കൺവീനറുടെ ഒരു പ്രതീക്ഷ അവസാനം? 100% പാലക്കാട് കൃഷ്ണകുമാർ ജയിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. നമുക്കറിയാം, കഴിഞ്ഞ ഇലക്ഷനിൽ പോലും വളരെ കുറച്ച് വോട്ടിന്റെ വ്യത്യാസത്തിനാണ് തോൽവിയുണ്ടായത്. അന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് LDFന്റെ വോട്ട് UDFിലേക്ക് മാറി ചെയ്ത സാഹചര്യത്തിലാണെന്ന് അവിടുത്തെ തന്നെ നേതാക്കന്മാർ പറഞ്ഞ് നമ്മൾ കേട്ടതാണല്ലോ. ഇവിടെ സംബന്ധിച്ചോളം ഇപ്രാവശ്യത്തെ ഇലക്ഷൻ സംബന്ധിച്ചോളം പാലക്കാടിന്റെ ഡെവലപ്മെന്റ് നടക്കണമെന്നുണ്ടെങ്കിൽ NDAയുടെ സ്ഥാനാർത്ഥി ജയിച്ചാലേ നടക്കൂ എന്നുള്ള കാര്യം ഇവിടുത്തെ മുഴുവൻ ജനങ്ങൾക്ക് അറിയാവുന്നതാണ്. മാത്രമല്ല, നരേന്ദ്ര സർക്കാർ വന്ന ശേഷം ഉണ്ടായിട്ടുള്ള കുറെ പ്രഖ്യാപനങ്ങൾ, അതിന്റെ നടപടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ വേഗത്തിൽ ഇവിടെ എത്തിക്കണം കഴിയണം എന്നുണ്ടെങ്കിൽ NDAയുടെ സ്ഥാനാർത്ഥി ജയിച്ചേ മതിയാകും. അത് മനസ്സിലാക്കുന്നവരാണ് പാലക്കാട് ജനങ്ങൾ മുഴുവൻ. ഈ മുനമ്പമൊക്കെ ആയിരിക്കും വളരെ പ്രധാനപ്പെട്ട ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ട് തന്നെ ഇവിടെ അത് എഫക്ട് ചെയ്യുന്നതാണ് പ്രതീക്ഷ. തീർച്ചയായിട്ടും മുനമ്പം എന്ന് പറയുന്ന വിഷയം ഒരു വലിയ ഐസ്ബർഗിന്റെ ഒരു ടിപ്പ് മാത്രമാണ്. നിങ്ങൾ കാര്യം മനസ്സിലാക്കണം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് മുനമ്പം എന്ന് പറയുന്ന പ്രദേശത്തിന് ഈ കുറച്ച് സ്ഥലമാണെങ്കിൽ
പാലക്കാട് എന്ന് പറയുന്ന പ്രദേശം എന്ന് പറഞ്ഞാൽ ടിപ്പു സുൽത്താൻ ഉൾപ്പെടെയുള്ള ആളുകൾ വരികയും ഇവിടെ അദ്ദേഹത്തിന്റെ കോട്ടയം ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാകുകയും ഇന്ന് ഇവിടെ യഥാർത്ഥം ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക എന്താണ് വഖഫ് ബോർഡ് ഇവിടുത്തെ കൽപ്പാത്തി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അവരുടേതാണ് എന്ന് അവകാശപ്പെടാൻ വേണ്ടി പോവുകയാണെന്നാണ്. ഈ സാഹചര്യം മുമ്പിൽ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ ഒരു ധ്രുവീകരണം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും അതാണ് തുഷാർ വെള്ളാപ്പള്ളി വ്യക്തമാക്കുന്നത്. ബി.ജെ.പിയുടെ നേതാക്കളെല്ലാം തന്നെ ഈ വാഹനത്തിലുണ്ട്. വലിയ വാഹന റാലിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇവിടേക്ക് എത്തും. ഈ വാഹനത്തിനുള്ളിലേക്ക് കയറും. എന്തായാലും വലിയ ആവശ്യത്തിൽ തന്നെ ബി.ജെ.പി റോഡ് ഷോ തുടങ്ങിയിരിക്കുന്നു. ഒരുപാട് ബൈക്കുകൾ, ഒരുപാട് മറ്റു വാഹനങ്ങൾ. വലിയ ആവേശം ബി.ജെ.പി ക്യാമ്പിൽ എന്നതാണ് ശ്രീജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. ശോഭാ സുരേന്ദ്രനെ മുന്നിൽ നിർത്തി ബി.ജെ.പി വാഹനം സ്റ്റേഡിയം സ്റ്റാൻഡിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണാടിയിലെയും മാത്തൂരിലെയും പിരായിരിയിലെയും കർഷകർ ബി.ജെ.പിയോടൊപ്പം ഇത്തവണ ഉണ്ടാകുമെന്ന് ശോഭാ സുരേന്ദ്രൻ പറയുമ്പോൾ നഗരസഭയിലെ വോട്ടുകൾ മാത്രമാണ് ഗ്രാമപ്രദേശങ്ങളിലെ വോട്ടുകളും ഇത്തവണ ബി.ജെ.പിക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട വിജയം ഇത്തവണ കൈപ്പിടിയിൽ ഒതുക്കാമെന്ന ആത്മവിശ്വാസമാണ് ബി.ജെ.പി അതിലൂടെ പ്രകടിപ്പിക്കുന്നത്. നമുക്ക് സ്ക്രീനിൽ ഒരു ഭാഗത്ത് കാണാം രാഹുലിന്റെ റോഡ് ഷോ. അതും സ്റ്റേഡിയം സ്റ്റാൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ പിഷാരടിയെ ഉൾപ്പെടെയുള്ളവരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. സന്ദീപിന്റെ പോക്ക് ഒരു തരത്തിലും തങ്ങളെ അഫക്ട് ചെയ്യില്ല എന്ന് ബി.ജെ.പി പറയുമ്പോൾ അതിനെ വില കുറച്ച് കാണുമ്പോൾ സന്ദീപിന് വാഹനത്തിൽ തന്നെ സ്ഥാനം നൽകി ലീഗ് നേതാവിനൊപ്പം സ്ഥാനം നൽകിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ റോഡ് ഷോ നടക്കുന്നത്. റോഡ് ഷോ സ്റ്റേഡിയം സ്റ്റാൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ജനപങ്കാളിത്തം നമുക്ക് രണ്ട് റോഡ് ഷോകളിലും കാണാം. സരിന്റെ വിവരങ്ങൾ കൂടി വരണം. പി സരിൻ അത് ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നിന്നാണ് റോഡ് ഷോ ആരംഭിക്കുന്നത്. വലിയ ആത്മവിശ്വാസം നേരത്തെ സരിൻ നമ്മളോട് പ്രകടിപ്പിച്ചിരുന്നതാണ്. മൂന്ന് മുന്നണികളും അവരുടെ ശക്തി പ്രകടനമാക്കി തന്നെ ഈ കലാശക്കൊട്ടിനെ കാണുകയാണ്. ആ രീതിയിൽ അവർ വലിയ പങ്കാളിത്തം അതിൽ ഉറപ്പുവരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. നേതാക്കളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ ശ്രമിക്കുന്നു. സരിന്റെ ദൃശ്യങ്ങൾ, റോഡ് ഷോയുടെ ദൃശ്യങ്ങൾ വരുമ്പോൾ അവിടെ എ റഹീം ഉൾപ്പെടെയുള്ളവരെ നമുക്ക് ദൃശ്യങ്ങളിൽ മുൻപിൽ തന്നെ കാണാം. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എംപിയുമായ എ റഹീം റാലിയുടെ മുൻപിൽ തന്നെയുണ്ട്. നേരത്തെ തന്നെ ഡിവൈഎഫ്ഐ നേതാക്കൾ ദിവസങ്ങളായി അവിടെ തമ്പടിച്ച് സരിന് വേണ്ടി പ്രചാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും അതിന്റെ മുന്നിൽ നിൽക്കുകയുമാണ്. LDF ക്യാമ്പിന് മുൻപെങ്ങുമില്ലാത്ത വിധത്തിലുള്ള വലിയ പ്രതീക്ഷ ഇപ്പോൾ ഉണ്ട്. ബി.ജെ.പി ക്യാമ്പും വലിയ ആത്മവിശ്വാസം വെച്ച് പുലർത്തുന്നു. UDF അവർ ഇന്ന് VD സതീശൻ ആവർത്തിച്ച് പറയുന്നുണ്ട്, ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചാലും അതിന്റെ ഉത്തരവാദിത്വം തനിക്കാണ്. ഇത് സർക്കാരിന്റെ വിലയിരുത്തലാണ് എന്ന് പറയാനുള്ള ആർജവം CPM-നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു VD സതീശൻ. അത്രമാത്രം ആത്മവിശ്വാസത്തിൽ UDF വിജയം അവകാശപ്പെടുന്നു. അതിനുവേണ്ടി അവർ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നതാണ് അവരുടെ ആത്മവിശ്വാസം. പാലക്കാട് എങ്ങനെ ചിന്തിക്കുന്നു എന്നത് നമുക്ക് പലപ്പോഴും വോട്ടെണ്ണലിന്റെ അവസാന നിമിഷം വരെയും സസ്പെൻസ് ഒളിപ്പിച്ചുകൊണ്ടാണ് പാലക്കാട്ടെ ജനങ്ങൾ വിധി എഴുതിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ്. എല്ലാ മണ്ഡലങ്ങളും ഉറപ്പിച്ചു കഴിയുമ്പോഴും പാലക്കാടിന്റെ കാര്യത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. അവസാന നിമിഷം വരെ ആ സസ്പെൻസ് പാലക്കാട്ടെ ജനങ്ങൾ ഒളിപ്പിച്ചിരുന്നു. ഇപ്പോൾ അതിലും വീറും വാശിയുമേറിയ പോരാട്ടം പാലക്കാടിന്റെ 34 ദിവസം നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കാവുന്നതിന്റെ മാക്സിമം വിഷയങ്ങൾ ഉന്നയിക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്ത ദിവസങ്ങളാണ് കടന്നുപോയിരിക്കുന്നത്. അതിനൊടുവിൽ നടക്കുന്ന വോട്ടെടുപ്പിൽ ജനങ്ങൾ എങ്ങനെ വിധിയെഴുതും എന്നത് കണ്ടു തന്നെ അറിയേണ്ടതാണ്. എന്തായാലും എല്ലാവിധത്തിലും സാധ്യമായ എല്ലാവിധത്തിലും എല്ലാ തന്ത്രങ്ങളും പയറ്റിക്കൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ ഈ തെരഞ്ഞെടുപ്പിനെ അവിടെ നേരിട്ടത്. കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. മൂന്ന് മുന്നണികൾക്കും വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. BJP ക്യാമ്പിൽ വലിയ ആവേശമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ശോഭാ സുരേന്ദ്രൻ പറയുന്നു, മൂന്നാം ബദലിന്റെ ഉദയമായിരിക്കും പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക എന്ന്. C കൃഷ്ണകുമാറിന്റെ വിജയത്തോടുകൂടി മൂന്നാം ബദലിന്റെ ഉദയം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ പാലക്കാടിനെ ഈ വിധത്തിൽ ഒരു ത്രികോണ മത്സരത്തിലേക്ക് നയിച്ചതിന്റെ ക്രെഡിറ്റ് ശോഭാ സുരേന്ദ്രനാണ്. 2016 നേമത്ത് അക്കൗണ്ട് തുറക്കുമ്പോഴാണ് പാലക്കാട് മണ്ഡലം ഇതുപോലെ ത്രികോണ മത്സരത്തിന് വേദിയൊരുക്കിക്കൊണ്ട് ശോഭാ സുരേന്ദ്രൻ എന്ന സ്ഥാനാർത്ഥിയിലൂടെ അവിടെ 25% മുകളിൽ വോട്ട് പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു മണ്ഡലമാക്കി മാറ്റിയെടുത്തത്, പരുവപ്പെടുത്തിയത്. ആ ശോഭാ സുരേന്ദ്രൻ പറയുന്നു, മൂന്നാം ബദലിന്റെ തുടക്കം
പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടാകും. സി കൃഷ്ണകുമാറിനെ ജനങ്ങൾ തെരഞ്ഞെടുക്കും. ഗ്രാമപ്രദേശങ്ങളിൽ നിന്നുള്ള വോട്ടുകൾ കൂടി ഇത്തവണ BJP സമാഹരിക്കും എന്നതാണ് BJP ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും അത്യാവേശത്തിൽ നടന്ന പ്രചരണം അതിന്റെ കൊടുമുടിയിലേക്ക് കയറുകയാണ്. 3 റാലികളും ആരംഭിച്ചിരിക്കുന്നു. ഈ 3 റാലികളും എത്തിച്ചേരുന്നത് സ്റ്റേഡിയം സ്റ്റാൻഡിലാണ്. സ്റ്റേഡിയം സ്റ്റാൻഡിൽ 3 മുന്നണികളുടെയും ശക്തി പ്രകടനം നടക്കും. ഇതുവരെ കൊണ്ടും കൊടുത്തും നടന്ന മുന്നണികൾ സമാധാനപരമായി ഈ കൊട്ടിക്കലാശം അവസാനിപ്പിക്കുമോ എന്നത് നമ്മൾക്ക് കാത്തിരുന്ന് തന്നെ കാണണം. എന്തായാലും വലിയ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്, വലിയ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോലീസിന്റെ വൻ സന്നാഹത്തെ തന്നെ സ്റ്റേഡിയം സ്റ്റാൻഡിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അത്രമാത്രം വീറും വാശിയുമേറിയ കൊട്ടിക്കലാശത്തിലേക്കാണ് നടന്നു നീങ്ങുന്നത്. ഇതേ വിഷയത്തിൽ തന്നെ പൊതുവേദി കാണാം. മനു ഭരത് ചേരും ഇടവേളയ്ക്ക് ശേഷം.